ഐഫോണിൻ്റെതടക്കം മനോഹരമായിട്ടുള്ള റിംഗ് ടോണുകൾ, നോട്ടിഫിക്കേഷൻ ടൂണുകൾ, അതുമാത്രമല്ല 4K ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി വാൾപേപ്പറുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. വളരെ മനോഹരമായിട്ടുള്ള വാൾപേപ്പർ നിങ്ങൾക്ക് നേരിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗാലറിയിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ റിംഗ് ടോണും നിങ്ങൾക്ക് ഇതുപോലെ നേരിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കും. ഇതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും. അത് നോട്ട് നൗ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ചോദിക്കും. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് റിംഗ് ടോൺ അതുപോലെ തന്നെ വാൾപേപ്പേഴ്സ് ലഭിക്കും. ഇവിടെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ വാൾപേപ്പേഴ്സുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. താഴെ ഒരുപാട് ടാബുകൾ ഉണ്ട്, വാൾപേപ്പേഴ്സ് അതുപോലെ തന്നെ റിംഗ് ടോൺ അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ വാൾപേപ്പറിൻ്റെ ഈ ഒരു വാൾപേപ്പർ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരിട്ട് നമുക്ക് ഇത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതി. ഉടനെ തന്നെ ഇത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്ത് ഇമേജിൻ്റെ സെക്ഷനിൽ ആ ഒരു വാൾപേപ്പർ വന്നിട്ടുണ്ടാവും. ഓക്കെ, മനോഹരമായിട്ടുള്ള 3D 4D വാൾപേപ്പറുകൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ്. ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇത് ഗാലറിയിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളുടെ ആ ഒരു വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ റിംഗ് ടോൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് മനോഹരമായിട്ടുള്ള റിംഗ് ടോണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ടൂണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഐഫോണിൻ്റെ ഒരു റിംഗ് ടോൺ, ഐഫോൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ റിംഗ് ടോണുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഐഫോണിൻ്റെ റിംഗ് ടോൺ ഇവിടെ ഒരുപാട് കാറ്റഗറീസ് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തു. അത് സംബന്ധമായിട്ടുള്ള ഒരുപാട് റിംഗ് ടോണുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ റിംഗ് ടോൺ ഇവിടെ വന്നിരിക്കും. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ ഒരുപാട് വേരിയേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിന്ന് കേട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഗാലറി സേവ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇതാ ഇവിടെ പ്ലേ ചെയ്യാണ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഓക്കെ, അങ്ങനെ ഓരോന്നോരോന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗാലറിയിൽ ഇത് സേവ് ചെയ്യാം. നേരിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഇനി ഗാലറിയിൽ സേവ് ചെയ്യണമെങ്കിൽ നേരത്തെ പോലെ തന്നെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഗാലറി സേവ് ആയി കഴിഞ്ഞു. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഓഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിംഗ് ടോൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്കത് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്കത് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിംഗ് ടോണുകൾ അല്ലെങ്കിൽ 3D 4D നല്ല മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ടും അതുപോലെ തന്നെ റിംഗ് ടോൺ ആയിട്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ ഓടിക്കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചാനലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.